ദൈവമന്നയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം. മാർച്ച് 22 ഞായർ. ചിന്താവിഷയം കുരിശ് കൃപയുടെ സാക്ഷാത്കാരം, ക്രോസ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഗ്രേസ്. മനുഷ്യന്റെ സങ്കടങ്ങളിൽ സഹതപിക്കുന്ന ദൈവം തികഞ്ഞ യാഥാർത്ഥ്യവും തിരുവചനം പഠിപ്പിക്കുന്ന മഹത്തായ ചിന്തയുമാണ്. ഈ ദിവ്യമായ അനുഭവത്തിന്റെ അനേക ദൃഷ്ടാന്തങ്ങൾ ദൈവവചനത്തിൽ കാണാം. അടിമത്തത്തിന്റെ സങ്കീർണതയിലായിരുന്ന ജനത്തെക്കുറിച്ച് ദൈവം പറയുന്നത്, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. പുറപ്പാട് 3:7. വേദനപ്പെടുന്ന മനുഷ്യനെ തള്ളിക്കളയാതെ അരികിൽ ചേർക്കുന്ന ദൈവത്തെ വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ചിലപ്പോൾ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയിൽ ഈ സത്യം വിസ്മരിക്കപ്പെടും. എങ്കിലും മാറ്റമില്ലാത്ത ദൈവസ്നേഹവും അവിടുത്തെ അളവില്ലാത്ത കരുതലും തന്റെ അരികിൽ അണയുന്നവർക്ക് അവൻ നൽകും. മനുഷ്യന്റെ സമസ്ത അനുഭവങ്ങളിലും അവനോടുകൂടെയുള്ള ദൈവത്തെയാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തിയത്. തികച്ചും ആശ്വാസകരമായ ഈ സമീക്ഷകളുടെ വിശദീകരണങ്ങളാണ് പുതിയ നിയമത്തിൽ വിവരിക്കുന്നത്. തപ്ത ഹൃദയങ്ങൾക്ക് ആശ്വാസവും ജീവിക്കാനുള്ള പ്രചോദനവും കർത്താവ് നൽകുന്ന വാഗ്ദാനങ്ങളാണ്. കുരിശ് കൃപയുടെ സാക്ഷാത്കാരം എന്ന ചിന്താവിഷയത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടതാണ് ഇന്നത്തെ വേദഭാഗങ്ങൾ. ഒന്നാം പാഠഭാഗം മീഖ 7:15-20 വരെ. ദൈവം ക്ഷമിക്കുന്നവനും കരുണയുള്ളവനുമാണ്. അസ്വസ്ഥമായിരുന്ന സമൂഹത്തോടുള്ള പ്രവാചകന്റെ സന്ദേശമാണ് വേദഭാഗം. അവരുടെ പാപങ്ങളെ ഒക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. ഇത് ആശ്വാസത്തിന്റെയും പ്രചോദനത്തിന്റെയും വാക്കുകളായിരുന്നു. ദൈവം എക്കാലവും മനുഷ്യനോട് പ്രകടമാക്കുന്ന സ്നേഹം ഇതാണ്. രണ്ടാം പാഠഭാഗം റോമർ 5:8-21 വരെ. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ക്രൂശുമരണം മരിച്ച കർത്താവിന്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ മഹത്വം ഇവിടെ അപ്പോസ്തലൻ വിവരിക്കുന്നു. ഇതിൽ കൂടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴമാണ് വെളിപ്പെടുന്നത്. പാപം പെരുകിയ സ്ഥാനത്ത് കൃപ വർദ്ധിച്ചു. ഇതാണ് ക്രൂശിൽ നാം ദർശിക്കുന്നത്. ഈ സത്യത്തിന്റെ സാക്ഷികളാകാൻ നമുക്ക് ബാധ്യതയുണ്ട്. ലേഖനഭാഗം 1 പത്രോസ് 2:17-24 വരെ. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട അനുഗ്രഹീതമായ മാതൃകകളെക്കുറിച്ച് അപ്പോസ്തലൻ നൽകുന്ന ചിന്തകളാണ് വേദഭാഗം. കഷ്ടങ്ങളോടും പ്രതികൂലങ്ങളോടുമുള്ള യേശുവിന്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. ഈ സമീപനത്തിൽ കൂടെ വിജയം വരിച്ച യേശുവിനെയാണ് നാം കാണുന്നത്. വിശ്വാസ ജീവിതത്തിന് ഇത് ശ്രേഷ്ഠ മാതൃകയാണ്. സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് 10:46-52 വരെ. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ദിനങ്ങളിൽ കർത്താവ് നൽകിയ സൗഖ്യദായക സംഭവങ്ങൾ വളരെ പ്രാധാന്യതയോടെയാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ശ്രദ്ധേയമായ ചരിത്രമാണ് അന്ധനായ ബർത്തിമായിക്ക് നൽകുന്ന സൗഖ്യം. ചില വ്യത്യാസങ്ങളോടെ സമവീക്ഷണ സുവിശേഷകർ ഇത് ആലേഖനം ചെയ്തിരിക്കുന്നു. സൗഖ്യം ലഭിക്കുന്ന അന്ധന്റെ പേര് ബർത്തിമായി എന്ന് വിശുദ്ധ മർക്കോസ് മാത്രമാണ് പറയുന്നത്. അവൻ യാചകനും നിസ്സഹായനുമായിരുന്നു. എന്നാൽ അവന്റെ ആർദ്രമായ അപേക്ഷയ്ക്ക് യേശു നൽകിയ മറുപടിയാണ് അന്ധതയിൽ നിന്നുള്ള വിടുതൽ. ഇതായിരുന്നു 3 സുവിശേഷകരുടെയും പ്രമേയം. കാഴ്ച നഷ്ടപ്പെട്ട സമൂഹത്തിന് കാഴ്ചയും പുതിയ ദർശനവും നൽകുവാൻ യേശുവിന് കഴിയുമെന്ന സന്ദേശവും ഈ വിവരണങ്ങളിൽ കൂടെ സുവിശേഷകർ അർത്ഥമാക്കുന്നുണ്ട്. വേദഭാഗം നൽകുന്ന 3 ചിന്തകൾ ശ്രദ്ധേയമാണ്. യേശുവിനെ കണ്ടെത്തുന്ന ബർത്തിമായി. അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് തുടങ്ങി. വാക്യം 47. ബർത്തിമായി യേശുവിനെ കുറിച്ചും അവിടുത്തെ ദിവ്യ കാരുണ്യത്തെക്കുറിച്ചും കേട്ടിരുന്നു. എന്നാൽ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവസരം സമാഗതമായപ്പോൾ അത് നഷ്ടപ്പെടുത്താതെ കർത്താവിനെ അഭിമുഖീകരിക്കുവാൻ അവൻ വ്യഗ്രത കാട്ടുന്നു. തികച്ചും ശ്രദ്ധേയമായ മനോഭാവം. പല വൈതരണികൾ അവന്റെ മുമ്പിലുണ്ട്. ജനക്കൂട്ടത്തിന്റെ തിരക്ക്, യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യം, യേശുവിന്റെ പ്രതികരണം എപ്രകാരമാകുമെന്ന ആശങ്ക. എന്നാൽ ഇവയെക്കുറിച്ച് ചിന്തിക്കാതെ ആഗതമായ അവസരത്തെ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കുന്നു. വിശിഷ്ടമായ ഈ ഗുണവിശേഷമാണ് കാഴ്ച ലഭിക്കുവാൻ ഇടയായത്. ലഭ്യമായ അവസരങ്ങളിലെ ഒരു നിമിഷം പോലും അവൻ നഷ്ടപ്പെടുത്തിയില്ല. അതിനാൽ തന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലേക്കാണ് ഈ ഭിക്ഷക്കാരൻ എത്തിച്ചേരുന്നത്. ഇത് നൽകുന്ന സന്ദേശം വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവം നമ്മുടെ മുമ്പിൽ മനോഹരമായ അവസരങ്ങളെ ഒരുക്കുമ്പോൾ
അത് ഏറ്റവും ഫലകരമായി ഉപയോഗിക്കണം. ഇതിൽ സംഭവിക്കുന്ന അപാകതയാണ് ജീവിതത്തെ പരാജയപ്പെടുത്തുന്നത്. പരിമിതികളും പരിഭവങ്ങളും പറഞ്ഞ് നാം അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കും. ജീവിതത്തെ അധമമാക്കുന്ന ഈ സ്വഭാവത്തിന് മനഃശാസ്ത്രജ്ഞർ പറയുന്ന പദമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. അർത്ഥം മാറ്റിവെക്കൽ, നീട്ടിവെക്കൽ എന്നൊക്കെയാണ്. ജാക്സൺ ബ്രൗൺ എന്ന ചിന്തകൻ നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളെക്കുറിച്ച് പറയുന്നത്, നത്തിങ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ എ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളെ പോലെ വിലയുള്ള മറ്റൊന്നില്ല. ഇത് വളരെ ശ്രദ്ധേയമായ ചിന്തയാണ്. മാറ്റിവെക്കുന്നതും നഷ്ടപ്പെടുത്തുന്നതുമായ മനോഭാവങ്ങൾ ജീവിത പരാജയത്തിന് കാരണമാണ്. നിഷേധാത്മകമായ ഇത്തരം അനുഭവങ്ങളെ ഉപേക്ഷിക്കണം. ഭൃത്യമായി സമാഗതമായ അവസരങ്ങളെയും സമയത്തെ നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ അവന് കാഴ്ച ലഭിക്കില്ലായിരുന്നു. കാരണം യേശുവിന്റെ യാത്ര പരസ്യ ശുശ്രൂഷയുടെ അവസാന ദിനങ്ങളിലേക്കായിരുന്നു. ക്രൂശിലേക്ക് അധികം ദൂരമല്ലാത്ത ഒരു യാത്ര. വളരെ നിർണായകമായ സമയമാണ് അവന്റെ മുമ്പിൽ ആഗതമായത്. ദൈവം നൽകുന്ന സാഹചര്യങ്ങളെ ജാഗ്രതയോടെ ഉപയോഗിക്കാൻ ഈ സംഭവം നമ്മെ ഉപദേശിക്കുന്നു. 2. ബർത്തിമായിയുടെ സംബോധന. ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. വാക്യം 47. ഈ ഭിക്ഷക്കാരന്റെ സംബോധന ആരെയും അതിശയിപ്പിക്കുന്നതാണ്. യേശുവിനെ പ്രതീക്ഷകളുടെ പ്രതീകമായ ദാവീദ് പുത്രൻ എന്ന് വിളിക്കുമ്പോൾ അതൊരു വിശ്വാസ പ്രഖ്യാപനമായിരുന്നു. ശിഷ്യന്മാർക്കും പണ്ഡിതന്മാർക്കും മനസ്സിലാകാതിരുന്ന മശിഹാ രഹസ്യം ഈ യാചകൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അതിനാഴമായ അർത്ഥം സുവിശേഷകർ കാണുന്നു. യേശുവിൽ അർപ്പിച്ച പ്രതീക്ഷയുടെ ഉദാത്ത ഭാവമാണ് ഇവിടെ പറയപ്പെട്ട വിശ്വാസ പ്രഖ്യാപനം. അതോടൊപ്പം കരുണ ചെയ്യണമേ എന്ന യാചനയും അത്യന്തം ആർദ്രമാണ്. ഭൃത്യമാരുടെ ആത്മാർത്ഥമായ അഭയാചനയ്ക്ക് യേശു അനുഗ്രഹീതമായ മറുപടി നൽകി. ഈ യാചനയാണ് നാം ആദരവോടെ ആരാധനയിൽ ആലപിക്കുന്ന കുറിയലായിസോൻ. നോമ്പിന് നാളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും കുറിയലായിസോൻ എന്ന അപേക്ഷയാണ്. കരുണയ്ക്കായുള്ള ഈ അപേക്ഷയെ ഉപേക്ഷിക്കാത്ത രക്ഷകനാണ് യേശുക്രിസ്തു. അതിമഹത്തായ ഈ ആശയമാണ് സുവിശേഷ രചയിതാക്കൾ അർത്ഥമാക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാകണം. ബർത്തിമായുടെ പ്രാർത്ഥനയെക്കാളും വിശ്വാസികൾ ആത്മപ്രേരിതമായി ഉരുവിടേണ്ടതാണ്. അളവില്ലാത്ത അനുഗ്രഹം പകരുന്ന നമ്മുടെ അപേക്ഷകൾ നന്മ പ്രദാനം ചെയ്യുന്നതും പുതിയ വഴികൾ തുറക്കുന്നതുമാണ്. നുറുങ്ങിയ യാതനകൾക്ക് ഉത്തരം നൽകുന്ന കർത്താവ് നമുക്ക് പ്രത്യാശയുടെ ഉറവിടമാണ്. ഈ സത്യം വിസ്മരിക്കരുത്. 3. യേശുവിനെ അനുഗമിക്കുന്ന ബർത്തിമായി. കാഴ്ച പ്രാപിച്ച യേശുവിനെ അവൻ അനുഗമിച്ചു. 3 സുവിശേഷകരും പ്രാധാന്യതയോടെ ഇത് ആലേഖനം ചെയ്തിരിക്കുന്നു. ഇതുവരെയും വെളിച്ചവും ലോകത്തിന്റെ ചേതോഹര കാഴ്ചകളും കാണാത്തയാൾ അത് ലഭ്യമായപ്പോൾ സ്വാഭാവികമായി ലോകത്തെ അനുഗമിക്കാനാണ് സാധ്യത. എന്നാൽ ഈ യാചകൻ പ്രകടമാക്കുന്ന ആത്മീയ പ്രതിബദ്ധത ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ശിഷ്യത്വത്തിന്റെ അതിശ്രേഷ്ഠമായ മാതൃകയാണ് ഇവിടെ കാണുന്നത്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന നാം അവിടുത്തെ പാതകളെ പിന്തുടരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം അവൻ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റു യേശുവിന്റെ അടുക്കൽ വന്നു എന്ന വാക്കുകളും അർത്ഥവ്യാപ്തി നിറഞ്ഞതാണ്. ഉപേക്ഷിച്ച ഈ പുതപ്പ് തന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ പ്രതീകമായി കാണാം. കഴിഞ്ഞ നാളുകളുടെ സങ്കീർണമായ അവസ്ഥകളെ വിട്ടുകളഞ്ഞ് ഒരു പുതിയ മനുഷ്യനാകുവാനുള്ള അവന്റെ തീരുമാനം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. യേശുവിനെ അനുഗമിക്കുന്ന ഏവർക്കും ഇത് അനിവാര്യമാണ്. ഇന്നലെകളുടെ തടവുകാരാകാതെ നാളെയുടെ തീർത്ഥാടകരാകാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. കഴിഞ്ഞ കാലത്തിന്റെ പരാജയങ്ങളുടെയും കുറ്റബോധങ്ങളുടെയും അടിമത്തത്തിൽ നിന്നും കർത്താവ് വിടുതൽ നൽകുന്നവനാണ്. ക്രിസ്തുവിൽ പുതിയ മനുഷ്യൻ, അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ സവിശേഷത. അനുഗ്രഹങ്ങൾ നിറവേറിക്കഴിഞ്ഞാൽ ഗുരുവിനെ ഉപേക്ഷിക്കുന്നവനല്ല, ഗുരുവിനോട് ചേർന്ന് നടക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ഈ സത്യമാണ് ബർത്തിമായി നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിനോടുകൂടെ സഹയാത്രികനാകുവാനുള്ള ബർത്തിമായിയുടെ തീരുമാനം ശരിയായി നാം വിശകലനം ചെയ്യേണ്ടതാണ്. ദൈവത്തിൽ നിന്ന് ദിനംതോറും നന്മകൾ പ്രാപിക്കുമ്പോൾ അവന്റെ പാതയിൽ കൂടെയാണോ നാം യാത്ര ചെയ്യുന്നത്? നിരവധിയായ കൃപകൾ അനുഭവിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടോ? നാം ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും ഉത്തരം കണ്ടെത്തേണ്ടതുമാണ്.
പ്രകൃതിയിലെ ജീവജാലങ്ങൾ പോലും സൃഷ്ടാവായ ദൈവത്തോട് നന്ദി പ്രകടമാക്കുന്നു എന്ന് കവി പാടുന്നുണ്ട്. വിത്തിൽ നിന്നും പുതിയ മുകുളം ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാം. വിത്ത് മുളച്ചു വളരുന്നത് കൂപ്പുകൈകളുടെയാണെന്ന് കവിവാക്യം. ഒരു വിത്തു മുളച്ചിടുമ്പോഴേ പരമേശന്റെ പാദാംബുജങ്ങളിൽ ശരിയായി തലയാഴ്ത്തി അങ്കുരം വിരവോട് അഞ്ജലി കൂപ്പിടുന്നേ. വിത്ത് പറയുന്നതിനെക്കുറിച്ചുള്ള കവിഭാവന ഇപ്രകാരമാണ്: വരണ്ടുണങ്ങിയ എനിക്ക് ജലം തന്ന് ജീവനെ ത്രസിപ്പിച്ച് പുതിയ മുകുളം വളരുവാൻ കൃപ നൽകിയല്ലോ, അതിന് നന്ദി കരേറ്റുന്നു. ദൈവമുമ്പിൽ നാം കൃതജ്ഞരാണോ? നോമ്പിന്റെ നാളുകളിൽ ഇത് നമ്മുടെ ചോദ്യമാകണം. അല്ല എങ്കിൽ അതിനുള്ള ആഹ്വാനമായി സംഭവത്തെ കാണണം. കർത്താവെ കരുണ ചെയ്യണമേ കുറിയലായുസോൻ എന്ന അപേക്ഷയും അവനെ അനുധാവനം ചെയ്യാനുള്ള സന്നദ്ധതയും ഒരുപോലെ നമുക്കുണ്ടെങ്കിൽ നാം ധന്യരാകും. അതാണ് അനുഗ്രഹത്തിന്റെ മാർഗം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ഭിക്ഷക്കാരൻ നമ്മുടെ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഗുണവിശേഷത്താലാണ്. അപ്രകാരമാകുവാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ. യാത്രയിൽ അവനെ അനുഗമിച്ചു എന്ന ചെറിയ വാചകത്തോടെ വിശുദ്ധ മർക്കോസ് തന്റെ വിവരണം സമാപിപ്പിക്കുന്നു. ഈ യാത്ര യെരുശലേമിലേക്കുള്ള യാത്രയായിരുന്നു. തുടർന്നാണ് ക്രൂശ് മരണവും ഉദ്ധാനവും തുടങ്ങി ക്രിസ്ത്യ വിശ്വാസത്തെ അർത്ഥവത്താക്കുന്ന സംഭവങ്ങൾ നടക്കുന്നത്. വഴിയോരം വാസസ്ഥലവും അവഗണന അനുഭവവുമായിരുന്ന ഈ ഭിക്ഷക്കാരൻ ക്രൂശിന്റെ സാക്ഷിയാകുന്നു. മനുഷ്യധാരണകളെ ഇത് വെല്ലുവിളിക്കുന്ന സംഭവമാണ്. ക്രിസ്തുവിലാകുന്ന വ്യക്തിക്ക് ലഭ്യമാകുന്ന മഹത്വത്തിന്റെ മനോഹാരിത ഈ ചരിത്രത്തിൽ നാം ദർശിക്കുന്നു. കർത്താവിനെ പിന്തുടർന്ന അനുഗ്രഹീതരുടെ ഗണത്തിൽ ബർത്തിമായും ചേരുന്നു. മനുഷ്യരുടെ മുമ്പിൽ ഭിക്ഷാപാത്രവുമായി നിന്ന് സഹായത്തിനായി അപേക്ഷിച്ച വ്യക്തി രക്ഷകന്റെ പാതയിലെ ഒരു പഥികനാകുന്ന കാഴ്ച എത്ര സുന്ദരമാണ്! ഇതിന് കാരണമാകുന്നത് യേശുവിനെ അനുധാവനം ചെയ്യാനുള്ള അവന്റെ തീരുമാനവും താല്പര്യവുമാണ്. ആദിമ വിശ്വാസ സമൂഹത്തിൽ ബർത്തിമായി ശ്രദ്ധേയനായിരുന്നു എന്ന് ചില പാരമ്പര്യ രേഖകൾ പറയുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി ബർത്തിമായിയുടെ ജീവിതവും സാക്ഷ്യവും നമുക്ക് ഉദാത്ത മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.